أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യ ഉലമാക്കളെ, സുഹൃത്തുക്കളെ, സഹപാഠികളെ, ജമ്മുൽ ജവാമിയുടെ 41ാമത്തെ സബഖ് വൽ മുഹ്കമു മിനൽ ലഫ്ളി, ലഫ്ളിൽ നിന്നുള്ള തഹ്കീം, മുഹ്കമായ ചില പദങ്ങൾ. ആ മുഹ്കമ് അൽ മുത്തലിഉൽ മാന, അതിന്റെ മാന വെളിവാകുന്നതാണ്. എങ്ങനെ മുത്തലിഹ് ആവുക? അതിന്റെ മാന വെളിവാവല് മിൻ നസ്സിൻ ഔ ലാഹിരിൻ, ലാഹിറിനാലോ നസ്സിനാലോ ആ മുഹ്കമായ ലഫ്ളിന്റെ മാന വെളിവാകുന്നതാണ്. വൽ മുതശാബിഹു മിൻഹു, ലഫ്ളിൽ നിന്നുണ്ടാവുന്ന മുതശാബി, തിരിയാത്തതുണ്ട്. മുതശാബി അത് ഒന്നാണ്. അല്ലാഹു തആല തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഇഖ്തസ, അല്ലാഹു തആല പ്രത്യേകമാക്കി ബി ഇൽമിഹി, അല്ലാഹുവിന്റെ ഇൽമു കൊണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ അറിവ് മാത്രം പ്രത്യേകമായി നിൽക്കുന്ന ഒന്നാണ് മുതശാബിഹ്. നസ്സ് കൊണ്ടോ ലാഹിർ കൊണ്ടോ തിരിയുന്നതാണ് മുഹ്കമ്. ഫലം യത്തലീലന മഅനാഹു, മുതശാബിഹിന്റെ മാന നമുക്ക് വ്യക്തമല്ല. വഖദ് യുത്ലിഉല്ലാഹ് അലൈഹി, അപ്പൊ അള്ളാഹ്ക്ക് മാത്രം അറിയുന്നതായ മുതശാബിഹായ ആ ലഫ്ളിന്റെ മാന, അതിന്റെ മേലിൽ അല്ലാഹു തആല വെളിവാക്കും. ബഅല അസ്ഫിയാഇഹി, അല്ലാഹു തആലാന്റെ അടിയങ്ങളിൽ നിന്ന് അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്ന പണ്ഡിതന്മാരൊക്കെ അള്ളാഹു അതിനെ വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തിയിട്ട് മുതശാബിഹിന്റെ അർത്ഥം ഇന്നതാണെന്ന് അവർ പറയും. ഇതെല്ലാം മാന്യമിൻ ദാലിക, അങ്ങനെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആളുകളെ മുതശാബിഹിന്റെ മേൽ വെളിപ്പെടുത്തുക എന്ന കാര്യത്തൊട്ട് ഇവിടെ തടസ്സമൊന്നുമില്ലല്ലോ, അതുണ്ടാവാലോ. മിൻഹു, എന്നാൽ ആ മുതശാബിഹിൽ പെട്ടതാണ് അൽ ആയാത്തു വൽ ഹദീസു, ചില ആയത്തുകളും ഹദീസുകളും. എന്തിലുള്ള? ഫീ സുബൂത്തി സിഫാത്തിലില്ലാഹി, അല്ലാഹു തആലാന്റെ സിഫത്തുകളെ സ്ഥിരപ്പെടുത്തുന്നതിലുള്ളതായ ആയത്തും ഹദീസുകളും. എങ്ങനത്തതായ ആയാത്ത്? അൽ മുഷ്കിലതു, അത് സംശയമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനത്തെ സിഫാത്തുകള് സംശയമാക്കുന്നത്? എന്തനുസരിച്ച്? അലാ ഖൗലി സലഫി, സലഫിന്റെ ഖൗലനുസരിച്ച് കൊണ്ടാണ് സംശയം വരുന്നത്. എന്താണ് സലഫിന്റെ ഖൗല്? ബിതഫ്വീലി മഅനാഹ ഇലൈഹി തആല, അല്ലാഹു തആലയിലേക്ക് ആ മുതശാബിഹായിരിക്കുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടുള്ള സലഫിന്റെ ഖൗലുണ്ട്. അത്തരം ഖൗലനുസരിച്ച് ഇവിടെ സംശയത്തിലാക്കുന്ന ആയത്തുകൾ അല്ലെങ്കിൽ സിഫാത്തുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ മുതശാബിഹിൽപ്പെടും. കമാ സയഅതി, ശേഷം വരുന്നത് പോലെ. എന്തോടൊപ്പം തന്നെയാണ് ആ വരുന്നത്? ആ സലഫിന്റെ ഖൗല് ശേഷം വരുന്നുണ്ട്. എന്തോടൊപ്പം? പിന്നെ ഖൗലുൽ ഖൽഫി, ഖലഫിന്റെ വാക്കോടുകൂടെ. എന്താ ഖലഫിന്റെ വാക്ക്? ബിതഅ്വീലിഹ, ആ മുതശാബിഹായിരിക്കുന്ന ആയാത്തുകളെയും ഹദീസുകളെയും ഒക്കെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഖലഫിന്റെ ഖൗല് വന്നിട്ടുണ്ട്. അത്തരം ഖൗലോട് കൂടി തന്നെ ഈ സലഫിന്റെ ഖൗല് വരുന്നത് പോലെ സംശയപ്പെടുത്തുന്നുണ്ട്. എവിടെയാണിത് വരുന്നത്? ഫീ ഉസൂലുദ്ദീനി, ഉസൂലുദ്ദീനിലാണ് ആ ചർച്ച വരിക. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മുതശാബിഹിൽപ്പെടും. അപ്പൊ അതിൻ്റെയൊക്കെ മാനകൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവർക്ക് വ്യക്തമാക്കി കൊടുക്കും, അല്ലാത്തവർക്ക് തിരിയൽ അല്ലാഹ്ക്ക് മാത്രമേ തിരിയുള്ളൂ. വഹാദൽ ഇസ്തിലാഹു, എന്നാൽ ഇവിടെ പറഞ്ഞ ഇസ്തിലാഹ് ഉണ്ടല്ലോ, ഈ ഇസ്തിലാഹ് എവിടുന്ന് കിട്ടിയെന്നാ? അതായത് അൽ മുഹ്കമു അൽ മുത്തലിഉൽ മഅന വൽ മുതശാബിഹു മുഹ്കമു എന്നൊക്കെ ഇസ്തിലാഹ് ഉദിച്ച ഈ പദങ്ങള് മൗഖൂദും മിൻ ഖൗലിഹി തആല, അത് അല്ലാഹു തആലയുടെ വാക്കിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. മിൻഹു, അള്ളാഹുവിന്റെ വാക്കിൽ പെട്ടതല്ലേ. ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഖറു മുതശാബിഹാത്തുൻ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വാക്കിന്ന് എടുത്തുകൊണ്ടാണ് ഈ ഇസ്തിലാഹിയായിരിക്കുന്ന മുഹ്കമ് മുതശാബി എന്ന പദം ഉപയോഗിച്ചത്. ഖുർആനാണ് തെളിവ് എന്നർത്ഥം മുസന്നിഫ് പറഞ്ഞതിന് ഷാരിഹി വിശദീകരിച്ചത്. ഇനി നമുക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയമാണ്. ഖാലൽ ഇമാമുർ റാസി ഫിൽ മഹ്സൂൽ, തന്റെ മഹ്സൂൽ എന്ന ഗ്രന്ഥത്തിൽ ഇമാം റാസി തങ്ങൾ പറഞ്ഞു,
വല്ലഫ്ളു അശ്ശാഇഉ ബൈനൽ ഖവാസി വൽ അവാമി, പ്രത്യേകമായ ആളുകൾക്കും പൊതുവെ എല്ലാവർക്കും ഇടയിലും വ്യാപകമായി നിൽക്കുന്ന ഒരു പദം. ലാ യജൂസു അൻ യകൂന മൗളൂഅൻ ലിമഅന ഖഫിയ്യൻ, ഒരു തിരിയാത്തൊരു മഅനാക്ക് നിശ്ചയിക്കപ്പെട്ട പദമാവുക എന്നുള്ളത് യോജിച്ചതല്ല, ജായിസാകൂല. ഇല്ല അലൽ ഖവാസി, പ്രത്യേകമായ ആളുമേൽ അല്ലാതെ. പ്രത്യേകമായ ഒരാളാണെങ്കിൽ അവർക്ക് മാത്രം നിശ്ചയിക്കപ്പെടുന്നു. നേരെ മറിച്ച് ഖവാസിന്റെയും അവാമിന്റെയും ഇടയിൽ വ്യാപകമായി വന്നു നിൽക്കുന്ന ഒരു പദത്തെ തിരിയാത്തൊരു മഅനാക്ക് നിശ്ചയിക്കപ്പെട്ട പദമാവുക എന്നുള്ളത് അനുവദനീയമല്ല. അപ്പൊ ഖവാസിന്റെ മേലിൽ അത് പറ്റൂ എന്ന് പറയാൻ കാരണം ഖവാസ് അല്ലാത്ത അവാമ്, അത്തരം ആളുകളുള്ള ഖവാത്തിന് അഭിമുഖ സംഭാഷണം മുംതരിയാണല്ലോ. ബിമാ ഒന്നുകൊണ്ട് ഹുവ ഖഫിയുൻ അലൈഹിം, അവാമിന്റെ മേലിൽ നിഗൂഢമായി നിൽക്കുന്ന ഒരർത്ഥം. അത്തരം ഒരു കാര്യം കൊണ്ട് അവാമിന് തിരിയൂലെങ്കിൽ ആ അവാമിനോട് ഒരു അഭിമുഖ സംഭാഷണം നടത്തുക എന്നുള്ളത് മുംതരി അല്ലേ? ലാ യുദ്രികൂനഹു, അവാമിന് അത് മനസ്സിലാവൂല്ല. അപ്പൊ അത്തരം ഒരു കാര്യം കൊണ്ട് തഖാത്തുബ് നടത്തൽ മുംതരി ആയതുകൊണ്ട് തന്നെയാണ് ഒരു ഖഫിയായ ഒരു മഅനാക്ക് നിശ്ചയിക്കപ്പെട്ടതാവുക എന്ന് പറ്റൂല എന്ന് പറയാൻ കാരണം. ഈ പ്രത്യേക ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഏതുപോലെ കമാ യഖൂലു മിനൽ മുതകല്ലിമീന, തത്വശാസ്ത്രങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുത്തകല്ലിമീങ്ങളായ ആളുകൾ, വിശ്വാസശാസ്ത്രത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിൽപ്പെട്ട ഒരാൾ പറയും പോലെ എന്താ പറയുന്നത്, എന്താ മുസ്ബിത്തുൽ ഹാലി, മുത്തകല്ലിമുടെ കൂട്ടത്തിൽ നിന്ന് പറയും പോലെ ആര്? മുസ്ബിത്തുൽ ഹാലി, അവസ്ഥയെ സ്ഥിരപ്പെടുത്തുന്ന ആളുകള്. അവസ്ഥ എന്ന് പറയുമ്പോൾ വാസിത്വത്തിൽ വൈനൽ മൗജൂദി വൽ മഅദൂമി, മഅദൂമും മൗജൂദും, ഇവിടെ ഉള്ളതും പിന്നെ ഇല്ലാത്തതും, ഇവകൾക്ക് ഇടയിൽ ഒരു മാധ്യമത്തെ സ്ഥിരപ്പെടുത്തുന്ന ആളുകളാണ് മുത്തകല്ലിമുടെ കൂട്ടത്തിൽ പറയാം. കമാ സയ്യത്തി ഫി അവാഖിറിൽ കിതാബി, കിതാബിലെ ലാസ്റ്റിൽ അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. സൂചനോട് പറയട്ടെ, എന്താ മുസ്ബിത്തി ഒരു അവസ്ഥ നിലനിർത്തിയിട്ട് പറയുന്നത്? അൽ അർക്കത്തു, ചലനം, മഅന യൂജിബു തഹറുക ദാതി, ജിസ്മിന്റെ തഹറുക്കിനെ നിർബന്ധമാക്കുന്ന ഒരു അർത്ഥമാകുന്നു ഹർക്കത്ത് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. എന്നെന്ത് പറയുന്നു? മൗജൂദ് മഅദൂമിന്റെ ഇടയിൽ ഒരു മാധ്യമത്തെ സ്ഥിരപ്പെടുത്തുന്ന ആളുകൾ പറയുന്നത് പോലെ. ഇത് വാസ്തവത്തിൽ അവാമിന് തിരിയാത്തൊരർത്ഥമാണ്. അപ്പൊ ഈ അർക്കത്ത് എന്ന് പറയുന്നൊരു പദം അവാമിന് തിരിയാത്തൊരു മഅനാക്ക് നിശ്ചയിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല. ഈ അർത്ഥം ഖവാസിന് മാത്രമേ തിരിയൂ. ദാത്തിന്റെ അർത്ഥം ജിസ്മെന്ന് വെച്ചു. കാരണം ഇന്ന ഹാദൽ മഅന, ദാത്തിന് അഥവാ ജിസ്മിന്റെ അനക്കത്തെ നിർബന്ധമാക്കുന്ന ഒരു അർത്ഥമാണ് ഹർക്കത്ത് എന്ന് വന്നാൽ ഈ അർത്ഥം ഖഫിയത്തഅഖലു, ഇത് മനസ്സിലാക്കൽ കഴിയൂല, അവ്യക്തമായി നിൽക്കുകയാണ്. അലൽ അവാമി, സാധാരണക്കാരന്റെ മേലത് അവ്യക്തമാണ്. അപ്പൊ വലാ യകൂനു, ഈ മഅനയാകൂല മഅനൽ ഹർക്കത്തി ശാഇ ബൈനൽ ജമീഇ, ഖവാസിന്റെയും അവാമിന്റെയും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹർക്കത്തുണ്ട്. ആ ഹർക്കത്തിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥമാകൂല ഈ പറഞ്ഞ അർത്ഥം. അതുകൊണ്ട് തന്നെ വൽ മഅന ളാഹിർ ലഹു തഹറുക്ക് ദാത്തി എന്നതാണ്. ആ ഹർക്കത്തിന് എല്ലാവർക്കും വെളിപ്പെട്ട് മനസ്സിലാകുന്ന അർത്ഥം എന്താ? ദാത്ത് ചലിക്കുക എന്നുള്ളതാണ്. ഇവിടെ ദാത്ത് ചലിക്കുന്നതിനെ നിർബന്ധമാക്കുന്ന ഒരർത്ഥം എന്ന് പറഞ്ഞാൽ തിരിയൂല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പദമുണ്ടെങ്കിൽ ആ പദം എന്താണ്? ഈ ഹർക്കത്തും ഇതിന് മാന ഖഫിയ ഒരു മാനുണ്ട്. ആ ഖഫിയ മാന ഖവാസിന് മാത്രമേ തിരിയൂ. അപ്പൊ അവർക്ക് വേണ്ടി വെക്കപ്പെട്ടാന്ന് വെക്കണം. അല്ലാതെ അങ്ങനത്തെ ഒരു മഅനാക്കായിട്ട് നിശ്ചയിക്കപ്പെട്ട പദമാകൂല ഖവാസ് അവാമ് എന്നതിന്റെ പേരിൽ എന്നിവർക്കിടയിൽ വ്യാപകമായി നിൽക്കുന്ന പദം എന്നർത്ഥം. ഇങ്ങനെയൊക്കെ വരാം. മസ്അലത്തുൻ, അപ്പൊ ആ വിഷയം അവിടെ കഴിഞ്ഞു. ഇതൊരു മസ്അലയാണ്. ഖാലബിനു ഫൗറക്ക് അല്ലെങ്കിൽ ഫൂറക്ക് രണ്ടും വായിക്കാം. പറഞ്ഞിരിക്കുന്നു വൽ ജുംഹൂറു, ബഹുഭൂരിഭാഗവും പറയുന്നു അൽ ലുഗാത്തു, ഇവിടെ ലുഗവിയായ ഭാഷ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഭാഷ ഉണ്ടാക്കുക, അർത്ഥങ്ങൾ തിരിയാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെടുന്ന ഭാഷകൾ. ഈ പറഞ്ഞ ലുഗത്തുകളൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് തൗഖീഫിയ്യുൻ, അത് തൗഖീഫിയ്യത്തുൻ, അതങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്ത് തൗഫീഖായിട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഐ വലാഹ അല്ലാഹു തആല, അല്ലാഹു തആലയാണ് ഈ ലുഗത്തുകളെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളത്.
അങ്ങനെ അബ്ബറു പണ്ഡിതന്മാർ ഇബാറത്ത് ഇട്ടു അൻ മൗളിഇഹി അല്ലാഹുത്തേല നിശ്ചയിച്ചത് എന്താണോ ആ പദത്തെ തൊട്ട് ബിത്തൗഖീഫി അതിന് തൗഖീഫ് കൊണ്ട് കിട്ടി, അങ്ങനെ കിട്ടി എന്നതേ ഉള്ളൂ. ആ തൗഖീഫ് കൊണ്ടാണ് ഒരു ഇബാറത്ത് ഇട്ടത്. ലിദ്റാക്കിഹി ബിഹി ആ തൗഖീഫ് കൊണ്ടാണ് ഈ പറയുന്ന വളയിന് മനസ്സിലാക്കിയെടുത്തത്. അങ്ങനെ മനസ്സിലാക്കിയെടുക്കുക എന്നൊരു കാരണത്തിന് വേണ്ടി അവർ ഇബാറത്തിട്ട് പറഞ്ഞു. ഇത് മാത്രം അള്ളയാണിത് വന്ന് ചെയ്തത്. അല്ലമഹ അല്ലാഹു ഇബാദഹു എന്നാൽ ഈ ലുഗത്തിനെ അള്ളാഹു തആല എങ്ങനെ പഠിപ്പിച്ചു ജനങ്ങൾക്ക്? ബിൽ വഹി അത് വഹി മുഖാന്തരം പഠിപ്പിച്ചു കൊടുത്തു. ഇലാ ബാലി അംബിയായിഹി അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ചില അമ്പിയാക്കൾക്ക് ലുഗത്തുകൾ അങ്ങനെ അള്ളാഹു വഹി മുഖാന്തരം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ വാലിയ അള്ള തന്നെയാണ്. പിന്നെ സൃഷ്ടികൾ ഉപയോഗിച്ച് വരുന്നത് അമ്പിയാക്കൾക്ക് വഹി നൽകി അമ്പിയാക്കൾ പറഞ്ഞു കൊടുത്തു. ആ നിലപാടിലൂടെയാണ് ഈ ലോകത്തോട് തിരിഞ്ഞതെന്നർത്ഥം. അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ അള്ളാഹുത്തലത് കാണിച്ചു കൊടുക്കുന്നു. ഖൽഖിൽ അസ്വാതി ശബ്ദങ്ങൾ ഈ ബാദിൽ അജ്സാബി ചില ജിസ്മുകളിൽ ശബ്ദങ്ങൾ വെച്ചു കൊടുക്കും. അങ്ങനെ ആ ശബ്ദങ്ങൾ സൃഷ്ടിക്കൽ കൊണ്ടാണ് അതിന്റെ അർത്ഥം ഇന്നതാണെന്നും അതിന്റെ ഭാഷ ഇന്നതാണെന്നും മനസ്സിലാക്കുക. അതെങ്ങനെ ചോദിച്ചാല് ആ ശബ്ദങ്ങൾ കേട്ടൊരുവൻ ആ ശബ്ദങ്ങൾ കേട്ടതായിരിക്കുന്ന ഒരുത്തന് ഈ ശബ്ദങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. ആരിൽ നിന്നും ബാഗിൽ ഇബാദി അടിയങ്ങളിൽ നിന്ന് ചിലവർ. അപ്പൊ അള്ളാഹുവിന്റെ ചില അടിയങ്ങളിൽ നിന്ന് ഈ ശബ്ദങ്ങൾ കേൾക്കുന്നു. അങ്ങനെ ശബ്ദങ്ങൾ കേട്ട അവന് ഈ ശബ്ദങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. അലൈഹ ആ ലുഗത്തിന്റെ മേല് അറിയിച്ചു കൊടുക്കുന്ന ആ രീതിയിലും ഇവർക്ക് എന്താവാം ലുഗത്തുകൾ അറിയാൻ കഴിയും. അല്ലെങ്കിൽ ഔ ഖൽഖിൽ ഇൽമി ളറൂരി ഈ ബാദിൽ ഇബാദി ബിഹ ഈ ലുഗത്തുകളെ കൊണ്ട് അല്ലാഹു തആലാന്റെ ചില അടിയങ്ങളിൽ ഒരു ലറൂരി എങ്ങനെ അറിയണ്ടെന്ന് വിചാരിച്ചാലും അറിയും. ലറൂരിയായിട്ട് അറിയാം. ഇങ്ങനെ ലറൂരിയായിരിക്കുന്ന അറിവിന് അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുക്കുമ്പോൾ ആ ലോകത്ത് എന്നതാണെന്ന് അവർക്ക് അറിയാൻ കഴിയും. ഇങ്ങനെ മൂന്നാലൊരു വിധത്തിലാണ് ഈ പറയുന്ന ലോകത്തിനെ അറിയാൻ കഴിയുക. ലോകത്തൊക്കെ അല്ലാഹു തആല നിശ്ചയിച്ച് വെച്ചതാണ്. അതുകൊണ്ട് തൗഖീഫിയുമാണ്. വല്ലാഹിറു മിൻ ഹാദിൽ ഇഹ്തിമാലാത്തി എന്നാൽ ഈ പറഞ്ഞ 3 ഇഹ്തിമാലാത്തുകൾ വെച്ചിട്ട് ലാഹിറാകുന്നത് അവ്വലുഹ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അല്ലാഹു തആല വഹി മുഖാന്തരം പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയലാണ് ഏറ്റവും മുന്തിയതായി നിൽക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്നഹു നിശ്ചയമായിട്ടും വഹി എന്നുള്ളത് അൽ മുഅ്താദു ബി തഅലീമില്ലാഹി തആല അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ പതിവായി കാണുക വഹി നൽകലാണ്. അപ്പൊ ആ നിലക്ക് ഈ ലുഗത്തുകളെ കുറിച്ച് വഹി നൽകി അങ്ങനെ കിട്ടിയെന്ന് പറയലാണ്. വഉസിയൽ ഖൗലു ബി അന്നഹാ തൗഖീഫിയ്യ ഈ ലുഗത്തുകൾ തൗഖീഫിയത്താണെന്ന് പറഞ്ഞ് ഈ ഖൗലിനെ ചേർക്കപ്പെട്ടത് ഇൽ അശ്അരി അശ്അരിയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പൊ അശ്അരിയാക്കളാണെന്ന് പറയുന്നത് എന്നായി. വമുഹഖിഖു കലാമിഹി എന്നാല് ഈ അശ്അരി പറഞ്ഞതായിരിക്കുന്ന ഈ കലാമിനെ തഹഖീഖാക്കുന്ന ആളുകൾ ആരെപ്പോലെ കൽ ഖാലി അബീ ബക്കർ ബാഖില്ലാനി വ ഇമാമിൽ അറബൈനി വ ഗൈരിഹിമ ഇവരൊക്കെയാണ് മുഹഖിഖീങ്ങൾ. ഇവർ ലം യദ്കുറുഹു ഫിൽ മസ്അലത്തി അസ്ലൻ ഈ മസ്അലയിൽ ഒരിക്കലും അവർ ഈ ഖൗൽ പറഞ്ഞിട്ടേ ഇല്ല. ഇവരാണ് ഈ കലാമിനൊക്കെ തഹഖീഖാക്കുന്നത്. ഇവരത് പറഞ്ഞിട്ടുമില്ല. എന്നിരിക്കെ മുസന്നിഫ് അവറുകൾ ഈ ഖൗലോട് കൊണ്ടുവന്നത് അശ്അരിയിലേക്ക് ചേർത്തിട്ടും പറയുകയും ചെയ്തിട്ടുണ്ട്. വസ്തുദില്ല ലിഹാദൽ ഖൗലി ബിഖൗലിഹി തആല അല്ലെങ്കിൽ വസ്തദല്ല ലിഹാദൽ ഖൗലി ബിഖൗലിഹി തആല ഇങ്ങനെയാണ് വാക്കുകൾ വഹി മുഖാന്തരമായിട്ട് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് തെളിവായിക്കൊണ്ട് ലക്ഷ്യം പിടിച്ചിരിക്കുന്നു മുസന്നിഫ് അവറുകൾ ബിഖൗലിഹി തആല അല്ലാഹുവിന്റെ വാക്കുകൊണ്ട് വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹാ എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത വഹി മുഖാന്തരമല്ലേ അതിന് തെളിവായല്ലോ. അതായത് അൽഫാദ് ശാമിലത ലിൽ അസ്മാഇ വൽ അഫ്ആലി വൽ ഹുറൂഫ് ഹറഫുകൾ ഫീലുകൾ ഇസ്മുകൾ ഇവയെല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്ന പദങ്ങളാണ് ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത്. കാരണം അന്നകുല്ലം മിൻഹ ഇസ്മുകൾ ഫീലുകൾ ഹറഫുകൾ എന്ന് പറഞ്ഞ എല്ലാം ഇസ്മിന് അതൊരു നാമമാണെന്ന് പറഞ്ഞാൽ അർത്ഥം ഐ അലാമത്തും അലാ മുസമ്മാഹു അറഫിന്റെ മുസമ്മയുടെ മേൽ അറിയിക്കുന്ന നാമമാണ് ഹറഫുകൾ. ഫീലിന്റെ മുസമ്മയുടെ മേൽ അറിയിക്കുന്നതാണ് ഫീലുകൾ വന്നത്.
ഇസ്മിന്റെ മുസമ്മയുടെ മേൽ അറിയിക്കുന്നതാണ് ഇസ്മുകൾ. അങ്ങനെ മുസമ്മയുടെ മേൽ അറിയിക്കുന്ന അടയാളങ്ങൾ അതൊക്കെ. ചില ഇസ്മുകളെ ചിലതുകൊണ്ട് മാത്രം പ്രത്യേകമാക്കി പറയുന്നുണ്ടല്ലോ, അത് ഉറുഫുൻ ത്വറ, പുതുതായി വന്ന ഒരു ഉറുഫാണ്, ഒരു സാധാരണഗതി പുതുതായി വന്നിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞതാണ്. അല്ലെങ്കിലോ അല്ലെ അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതറിയിക്കുന്നുണ്ട്. ദാലുൻ, അതറിയിക്കുന്നത് അല അന്നുൽ വാലിഉ ദൂനൽ ബശരി, മനുഷ്യരല്ല വാലിഅ്. ആ പദങ്ങൾ വെച്ചത് അള്ളയാണെന്ന് അറിയിക്കുന്നുണ്ട്. അള്ള ഓരോന്നിനും ഓരോ പദം വെച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതല്ല അല്ലമ കൊണ്ട് മനസ്സിലാകുന്നത്. അപ്പൊ അള്ളയാണ് വാലി എന്ന് തിരിഞ്ഞു. അതുകൊണ്ട് ഇത് തൗഖീഫിയത്താണെന്നും മനസ്സിലായി പഠിപ്പിച്ചു കൊടുത്ത് വഹി മുഖാന്തരമാണെന്ന് തെളിവ് കിട്ടിയല്ലോ ഖുർആൻ. എങ്കിൽ വഖാല അക്സറുൽ മുഅ്തസിലത്തി, നമ്മുടെ ബിദ്അത്തിന്റെ ആദ്യത്തെ കക്ഷിക്കാരായ മുഅ്തസിലിയത്ത് അവരിൽ അധിക പേരും പറയുന്നത് ഇഹിയ, ഈ ലുഗത്തുകളൊക്കെ തൗഖീഫിയ എന്ന് പറയാൻ പറ്റൂല. പിന്നെന്താ ഒരു പറയാ, ഇസ്തിലാഹിയ്യത്തുൻ, അതൊരു ഇസ്തിലാഹിയാണ്, അങ്ങനെ സാങ്കേതികങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഐ വലഹൽ ബശറു, അത് മനുഷ്യൻ നിശ്ചയിച്ചു വെച്ചതായ ഒരു മനുഷ്യന്റെ സാങ്കേതിക പദങ്ങളാണ് ഈ ഭാഷകൾ. വാഹിദൻ, അത് ഒരാളാവാം, ഫാക്കിസറ, ഒന്നിലധികം ആൾക്കാരും ആവാം. ഇങ്ങനെയാണ് അക്സറുൽ മുഅ്തസിലിയത്ത് പറയുന്ന വാദം. പിന്നെ ഹസന ഇർഫാനുഹ, ഇവകളെ കുറിച്ച് അറിയുക, വൈരികി, മറ്റൊരാൾക്ക് ഇത് അറിയുക, ഈ മനുഷ്യനല്ലാത്ത മറ്റൊരു മനുഷ്യന് അറിയുക, മിൻഹു, ഈ പറയുന്ന ഇതിൽ നിന്ന് അറിയുക എന്നുള്ളത് ഹാസിലായത് എന്തുകൊണ്ടാ, ബില്ലിശാറത്തി, അതിലേക്ക് സൂചനയുണ്ട്, വൽ ഖരീനത്തി, ലക്ഷ്യവുമുണ്ട്. ആ നിലക്കാണ് മറ്റുള്ളവർ ഇതിന്ന് മനസ്സിലാക്കിയെടുത്തത് അർത്ഥം. അപ്പൊ ഈ മനുഷ്യരിൽ നിന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് സൂചന കൊണ്ടോ കരീനത്ത് കൊണ്ടോ ആണ്. അതിനൊരു ഉദാഹരണം നമുക്ക് പറയാം. കത്തിഫിലി, കുട്ടിയെ പോലെ. എന്താ കുട്ടി? ഇത് യഅരിഫു ലുഗത്ത അബവൈ, ഒരു കുട്ടി മലയാളിയായിരിക്കുന്ന ഉമ്മാക്കും ബാപ്പാക്കും ജനിച്ച കുട്ടിയാകുമ്പോൾ ആ മലയാള ഭാഷ സംസാരിക്കുന്ന ഉമ്മയുടെയും ബാപ്പയുടെയും ഭാഷയെ ആർക്കറിയാൻ കഴിയും? കുട്ടിക്കറിയൂലേ? ബിഹിമ, ആ കുട്ടി അറിഞ്ഞത് എന്തുകൊണ്ടാണ്? ഉമ്മയും ബാപ്പയും കൊണ്ടുമാണ്. ഉമ്മയുടെയും ബാപ്പയുടെയും ഭാഷ മലയാളമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഷ ആയിക്കോട്ടെ. അത്തരം ഭാഷകളെ കൊണ്ട് നിറഞ്ഞു. അത് കുട്ടി അറിയാൻ കാരണം ഇവർ മുഖാന്തരമല്ലേ. ഇങ്ങനെയൊക്കെയാണ് കരീനത്ത് ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇതുകൊണ്ട് കിട്ടിയ അറിവാണെന്ന് വെക്കുക. വസ്തദല്ല അല്ലെ ഹാദൽ ഖൗലി, എന്നാൽ ഈ പറഞ്ഞ വാക്കിന് മുഅ്തസിലത്തിന്റെ അക്സർ ലക്ഷ്യം പിടിച്ചിരിക്കുന്നത് അവർക്കും തെളിവൻ തന്നെയാ. ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞ വാക്കന്നെയാ. എന്താ അല്ലാഹു പറഞ്ഞത്? വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഒരു ദൂതന്മാരെയും നമ്മൾ നിയോഗിച്ചിട്ടില്ല ഏത് സമുദായത്തിലേക്കാണോ ഈ ദൂതനെ വിട്ടയക്കുന്നതെങ്കിൽ ആ സമുദായത്തിന് ഭാഷയുണ്ട്, ആ സമുദായത്തിന്റെ ഭാഷ കൊണ്ടല്ലാതെ ഒരു ദൂതന്മാരും നമ്മൾ അയച്ചിട്ടില്ല എന്നുള്ള ഖുർആനിൽ പറയുന്നില്ലേ. ലിസാന് ഖൗമി എന്ന് പറഞ്ഞ ഐ ബിലുഗത്തിഹിന്ന്, അവരുടെ ഭാഷ കൊണ്ടല്ലാതെ. അങ്ങനെ വരുമ്പോ എന്ത് കിട്ടും? ഇതിനർത്ഥം ഫഹിയ സാബിഖത്തുൻ അൽ ബിഇസ, ഇവിടെ പ്രവാചകം വരുന്നതിന്റെ മുമ്പ് തന്നെ, ആ പ്രവാചകനെ നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ഭാഷ മുൻകടന്നിട്ടുണ്ട്. വലൗ കാനത്ത് തൗഖീഫിയ്യത്തൻ, നിങ്ങൾ പറയുന്നത് പോലെ അശ്അരിയാക്കൾ പറഞ്ഞതുപോലെ, മുഅ്തസിലത്ത് ചോദിക്കാണ്, അശ്അരിയാക്കൾ പറഞ്ഞതുപോലെ ഈ ലുഗത്ത് തൗഖീഫി എന്ന് വെച്ചാൽ വതഅലീമു ബിൽ വഹയി, പഠിപ്പിക്കലാണെങ്കിൽ വഹി മുഖാന്തരവുമാണ് എന്ന് വന്നാൽ, കമാ ഹുവൽ ലാഹിറു, ലാഹിർ അങ്ങനെയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ലതഅഖറത്ത് അൻക, എന്നാ പിന്നെ ഈ ദിവസത്തിനെയും തൊട്ട് ഈ ഭാഷ പിന്തണ്ടേ? അതുകൊണ്ട് പിന്നീട്ടില്ലല്ലോ. ആയതുകൊണ്ട് മനസ്സിലാവുന്നത് ലുഗത്ത് ആദ്യമുണ്ട്, എന്നിട്ട് പിന്നെ അതേ ലുഗത്ത് വെച്ചിട്ടാണ് ആരെ പറഞ്ഞയക്കുന്നത്? ദൂതനെ പറഞ്ഞയക്കുന്നത്. അപ്പൊ ജനങ്ങൾ നിശ്ചയിച്ചു വെച്ചൊരു ഭാഷ അവിടെ ഉണ്ട്. ആ ഭാഷ, അതേ ഭാഷ സംസാരിക്കുന്നതിന് പ്രവാചകന് വിടുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാകുന്നത് ഇസ്തിലാഹിയായിട്ട് മനുഷ്യൻ വെച്ച തന്നെയാണ്. മറ്റുള്ളവർക്ക് തിരിയാം, അത് പ്രവാചക മുഖാന്തരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ തിരിയാൻ പറ്റുന്ന മറ്റു പല കാര്യത്തുണ്ടും അങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് അക്സറുൽ മുഅ്തസിലത്തും പറഞ്ഞത്. ന്യായം തിരക്കടില്ല, തെളിവ് ഉസാറന്യ, അങ്ങനെയും പറയാം.
പക്ഷെ നമ്മളെന്തായാലും പോവുക അള്ളാഹു വെച്ച് എന്നിട്ട് ഇങ്ങനെ പോവുക. ഇവര് യുക്തിവാദികളാണ്, ബുദ്ധിപരമായി സംസാരിക്കുന്നതല്ല. ബുദ്ധി കൊണ്ട് ചിലതൊക്കെ പറയും. ഏതായാലും ബുദ്ധി കൊണ്ട് പറഞ്ഞാലും ഈ പറഞ്ഞ ദലീൽ വെച്ച് നോക്കുമ്പോൾ എതിർക്കപ്പെടാനില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ മറുപടി വരേണ്ടതാ, വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇതും അംഗീകരിക്കാം, അതും അംഗീകരിക്കാം. പിന്നെ അമ്മക്കവിടെ മറുപടി ഉണ്ട്. ഇങ്ങനൊരു ഇസ്തിലാഹിയെ താക്കാനുള്ള കഴിവ് ആര് നൽകി? അള്ള നൽകി. അപ്പൊ അള്ളാഹുത്താല അതിലൂടെ നിശ്ചയിച്ചത് വെക്കാം. അപ്പൊ അള്ളാഹുത്താല തന്നെയാണ് ഇത് വെച്ചത് നമുക്ക് അങ്ങനെയും പറയാം ബുദ്ധിപരമായിട്ട്. വഖാലൽ ഉസ്താദു അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറായിനി, അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറായിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസ്താദ് മഹാൻ പറയുന്നത് അൽ ഖദ്റുൽ മുഹ്താജു ഇലൈഹി മിൻഹാ, ഇവിടെ ഇപ്പൊ ഈ ഭാഷകളിൽ നിന്ന് ആവശ്യമായ ഒരു ഖദറുണ്ടാവും. ആ ഒരു ഖദറ് ഫി തഅരീഫിൽ ഗൈരി, മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കുന്നതിൽ ഈ ലുഗത്തുകളിൽ നിന്ന് ആവശ്യമായ ഒരു കണക്കുണ്ട്. ആ ഒരു കണക്കിനെ പറ്റി പറഞ്ഞാൽ തൗഖീഫുൻ, അത് തൗഖീഫാണ്. ഒന്നാകെ ലുഗത്തുകൾ തൗഖീഫ് എന്ന് പറയുന്നില്ല. ഒന്നാകെ പിന്നെ എന്താണ് ഇസ്തിലാഹിയത്തു എന്നുള്ള വാദം നമുക്കില്ല. രണ്ടിൻ്റെയും കൂടെ ഇടയിലായിട്ട് പറയാനുള്ളത് ആവശ്യമായ ഒരു ഭാഷ ഏതോ അത് മാത്രം തൗഖീഫ് എന്ന് പറയാം. ഇനി തൗഖീഫിയുൻ, അത് തൗഖീഫിയാണെന്ന് നമ്മൾ പറയും. എന്തുകൊണ്ട്? ലി ദുആഇൽ ഹാജത്തിലേഹി, ആ ഒരു ഖദറിലേക്ക് ആവശ്യം ക്ഷണിച്ചു. അപ്പൊ അതിനു വേണ്ടി തൗഖീഫ് എന്ന് പറയാം. വയറുഹു മുഹ്തമിലുൻ, ഇവിടെ ഉസ്താദ് അല്ലാത്തവര് പറയുന്നത് എന്താണ്? അങ്ങനല്ല, തൗഖീഫാണ് വയറുഹു. ഇനി ഖദറുൽ ഹാജത്ത് അല്ലാത്തതുണ്ട് ഇവിടെ, അത് മുഹ്തമിലുൻ ലികൗനിഹി തൗഖീഫിയൻ ഇസ്തിലാഹിയൻ, ഇസ്തിലാഹിയായിട്ടും വരാം തൗഖീഫിയായിട്ടും വരാം. ഏത്? ഖദറുൽ മുഹ്താജ് അല്ലാത്തത്. ഖദറുൽ മുഹ്താജ് തൗഖീഫ് തന്നെയാണ് എന്ന് പറയുന്നു. വക്കീല, എന്നാൽ ഇവിടെ മറ്റൊരു ഖീലയുണ്ട്. ആഖിസുഹു, ഉസ്താദ് പറഞ്ഞ നേരെ എന്തിനാ എന്ന് പറഞ്ഞാൽ അയൽ ഖദറുൽ മുഹ്താജ് ഇലൈഹി തഅരീഫി, മറ്റുള്ളവർക്ക് ഈ ഭാഷ അറിയിച്ചു കൊടുക്കുന്നതിൽ ആവശ്യമായ ഒരു ഭാഷ ഇസ്തിലാഹിയുൻ, അത് ഇസ്തിലാഹി തന്നെയാണ്. വൈറുഹു, അതല്ലാത്തത് മുഹ്തമിലുൻ ലഹു വലി തൗഖീഫിയെ, ഇസ്തിലാഹിക്കും തൗഖീഫിനും സാധ്യതയുണ്ട്. വൽ ഹാജത്തു ഇലൽ അവ്വലി, ആദ്യം പറഞ്ഞതിലേക്കുള്ള ആവശ്യം തന്തബിഉ ബിൽ ഇസ്തിലാഹി, അത് ഇസ്തിലാഹാണ് എന്നതുകൊണ്ട് മുന്തഫിയായി പോകുന്നതാണ് ആവശ്യം. അവ ഇസ്തിലാഹിയാണെന്ന് പറഞ്ഞുകൂടാ. ഇസ്തിലാഹിയാണെന്ന് വന്നാൽ ആദ്യം പറഞ്ഞ ആവശ്യം എന്തായി? ഇല്ലാതെയായി പോകും. അപ്പൊ അതുകൊണ്ട് തീര പറയുന്നത് ഇങ്ങനെയാണ്, ഉസ്താദ് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ ഖദറുൽ ഹാജത്തിലേക്ക് ആവശ്യമായി വരുന്നത് അത് ഇല്ലാതെയാകും, ഇസ്തിലാഹ് കൊണ്ട് ഇല്ലാതെയാവും. അവന്റെ തൗഖീഫിയതല്ല, ഇസ്തിലാഹിയാണെന്ന് ഒരു പറയുന്നത്. وتوقف كثير من العلماء عن القول من واحد من هذه الأقوال, ഇവിടെ പറഞ്ഞ വാക്കുകളിൽ ഒരു വാക്കുകൊണ്ടും സംസാരിക്കാത്ത ചില കുറേ പണ്ഡിതന്മാർ മൗനമായി നിന്നിട്ടുണ്ട്. അവരൊന്നും പറഞ്ഞിട്ടില്ല. പറയാതിരിക്കാൻ കാരണം താഴെ അതിലെത്തിയ ആ കൗലുകൾക്കുള്ള ലക്ഷ്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ എതിരാണ്, താറുമായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇനി ആകെ പറയാൻ മുഖ്താറു അൽ വഖഫു അൽ ഖത്ഇ ബി വാഹിദി മിൻഹാ. എന്നാൽ ബലപ്പെട്ട അഭിപ്രായമായി പറയാനുള്ളത് ഈ പറഞ്ഞ കൗലുകളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഉറപ്പിക്കലിന് തൊട്ടും ഉണ്ടാകുക അല്ലത്, ഒന്നും പറയണ്ട. അപ്പൊ പിന്നെ വഖഫായി നിൽക്കലാണ് മുഖ്താറ് എന്നതാ. അതിനും ന്യായമുണ്ട്. അന്ന അതില്ലത്തഹ, കാരണം ഇവകൾക്കുള്ള ലക്ഷ്യം നോക്കുമ്പോൾ ലാ തുഫീദുൽ ഖത്അ, ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയണ്ട. പറയുന്നതിനൊക്കെ ന്യായങ്ങളുണ്ട്, അതിനനുസരിച്ചൊക്കെ പറയാതെ ഇപ്പൊ അതിന്റെ അർത്ഥമുള്ളൂ. ഈ വാക്കുകളിൽ നിന്ന് പറയുന്ന തൗഖീഫ് അല്ലേ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാക്ക് അതാണ്, തൗഖീഫാണ്. എന്ത്? ഈ പറയുന്ന ലുഗത്തുകൾ എന്ന് പറഞ്ഞു. ആ തൗഖീഫ് എന്ന് പറയുന്നത് മദ്ലൂലുൻ, അത് വന്നാക്കപ്പെട്ടതാണ്, യഖീനാക്കപ്പെട്ടതല്ല. എന്തുകൊണ്ട്? ലുഹൂരി ദലീലിഹി, അതിന്റെ ദലീല് ലാഹിറായതുകൊണ്ട്. ദൂര ദലീൽ ഇസ്തിലാഹി, ഇസ്തിലാഹാണ് എന്ന് പറഞ്ഞ് ദലീല് പറഞ്ഞു നോക്കി. ആ ഇസ്തിലാഹിന്റെ ദലീലിനെ കൂടാതെ തൗഖീഫിന്റെ ദലീൽ ലാഹിറായി വന്നു.
അപ്പൊ അതുകൊണ്ട് മദ്നൂനാണ് തൗഖീഫ്. അപ്പൊ ഇന്നഹു ലാ യൽസമു തഖദ്ദുമിൽ ലുഗത്തി അൽ ബിഅസത്തി. കാരണം ഇസ്തിലാഹിയക്കാര് പറഞ്ഞ ദലീൽ വെച്ച് നോക്കിയാൽ ബിഅസത്തിനേക്കാൾ ലുഗത്ത് മുന്തി എന്നതിനാൽ അന്തകൂന ഇസ്തിലാഹിയത്തൻ ലുഗത്ത് ഇസ്തിലാഹി ആവണം എന്ന് ലാസിമുണ്ടോ? ഇല്ല. അപ്പൊ ലുസൂമിനെ നഫി ചെയ്തു വേണം. ലി ജവാസി അന്തകൂന തൗഖീഫിയത്തൻ. എന്തുകൊണ്ട് ലുസൂം ഇല്ലാതെ വന്നത്? അങ്ങനെ വരുമ്പോ ആ ലുഗത്ത് തൗഖീഫിയത്ത് ആയിക്കൂടെ ആവാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞ റിസാലത്തൊക്കെ അല്ലേ നുബുവത്തൊക്കെ അല്ലേ? അതിനിപ്പോ എന്താ പ്രശ്നം? റിസാലത്തിന്റെയും നുബുവത്തിന്റെയും ഇടയിൽ, അത് രണ്ടിന്റെയും ഇടയില് വഹി നൽകിയിട്ട് ആ ഭാഷയെ പഠിപ്പിക്കാന്നുള്ളത് മധ്യമായി വന്നൂടെ? അപ്പൊ പിന്നെ നിങ്ങൾ ഇസ്തിലാഹിയാവാന്നുള്ളത് അത്തരം ഒരു ലുസും വരാത്തത് കൊണ്ട് ഇസ്തിലാഹിന്റെ ദലീല് പറ്റ ചൂട്ടിലായി. അപ്പൊ അതിനേക്കാളും വെളിപ്പെട്ട് നിൽക്കുന്നത് തൗഖീഫിന്റെ ദലീലാണ്. അപ്പൊ മദ്നൂനത്താണ്. അതാണ് തൗഖീഫ് മദ്നൂനാണെന്ന് പറയാൻ കാരണം. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. ഖാലൽ ഖാദി അബൂബക്കർ അൽ ബാഖില്ലാനി വ ഇമാമുൽ ഹറമൈനി വൽ ഗസ്സാലി വൽ ആമുദി എന്നീ ഇമാമുകൾ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? ലാ തസ്ബുത്തുൽ ലുഗത്തു ഖിയാസൻ. ലുഗത്ത് ഖിയാസായിട്ട് സ്ഥിരപ്പെടൂല. ഒന്നൊന്നിനെ തുലനപ്പെടുത്തിയിട്ട് കിട്ടുന്നതല്ല ലുഗത്ത് എന്ന്. വ ഖാലഫഹും, ഈ പറയപ്പെട്ട ഇമാമിയോട് എതിരായി നിൽക്കുന്നുണ്ട് ഇബ്നു സുറൈജ് വഇബ്നു അബീ ഖുറൈറ വ അബൂ ഇസ്ഹാഖ് സിറാസി വൽ ഇമാമുർ റാസി. ഈ പറഞ്ഞ ഇമാമികളൊക്കെ ഇവരോട് എതിരാണ്. ഫഖാലു, ഈ ഇമാമികൾ പറയുന്നു തസ്ബുത്തു, ഖിയാസ് എന്ന നിലക്ക് തന്നെ ലുഗത്ത് സ്ഥിരപ്പെടും എന്നതാണ്. അപ്പോ ഖിയാസായിട്ടും സ്ഥിരപ്പെടും, ഖിയാസായിട്ട് സ്ഥിരപ്പെടൂല എന്നീ തർക്കമുണ്ട് ഈ ലുഗത്തിനെ കുറിച്ച്. അപ്പൊ വൈദഷ്തബല ബഅന ഇസ്മിൻ അലാ വസ്ഫിൻ, ഒരു ഇസ്മിന്റെ അർത്ഥം ഒരു വസ്ഫിന്റെ മേൽ ചുറ്റി വന്നു. അങ്ങനത്തെ വസ്ഫ് മുനാസിബിൽ തസ്മിയത്തി, പേര് വെക്കലിനോട് യോജിച്ചു വരുന്ന ഒരു വസ്ഫാണ്. അതിനാ പേര് വെക്കാൻ ഒരു യോജിപ്പുണ്ട്. അപ്പൊ ആ തസ്മിയത്തിന് പറ്റുന്ന രീതിയിൽ യോജിച്ചു വന്നൊരു വസ്ഫിന്റെ പേരിൽ ഈ ഇസ്മിന്റെ അർത്ഥം വരുന്നുണ്ട്. അങ്ങനെ ചുറ്റിയാൽ, അങ്ങനെ വന്നതിന്റെ ഉദാഹരണങ്ങൾ ഹംദി, കള്ള് എന്നുള്ളൊരു ഇസ്മാണ്. അങ്ങനെ ഒരു വസ്തുവിന് കള്ള് എന്ന അർത്ഥം വരുന്ന ഹംദ് എന്ന് പറഞ്ഞ ഇസ്മ വെക്കാൻ, ആ ഹംദിന്റെ മാന അതിനോട് യോജിച്ച് വരുന്ന അർത്ഥമാകുന്ന വസ്തുവിന്റെ മേലില് വന്നു. അതെങ്ങനെ? ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയൽ മുസ്കിരി, മസ്താക്കുന്നത്, ലഹരി പിടിപ്പിക്കുന്നത്. മിമ്മാഇൽ ഇനബി, മുന്തിരിങ്ങ ചാറിൽ നിന്ന് ലഹരി പിടിപ്പിക്കുന്നത്. അതിനാണ് ഖംറിന് പേര് വെച്ചത്. അങ്ങനെ മുസ്കിറിന് ഖംറിന് പേര് വെക്കാൻ കാരണം ആ തസ്മിയത്തിന്റെ വജ്ഹി യോജിച്ചു വന്നത് ലിതഖ്മീരിഹി എന്ന് പറഞ്ഞാൽ ആ തഗ്തിയത്തിൽ അഖിലി, ആ ഇസ്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധിയെ ആകെ മൂടിക്കളയുന്നുണ്ട്. ബുദ്ധിയെ ആകെ മൂടിക്കളയുക എന്ന കാരണം വെച്ച് നോക്കുമ്പോൾ ഈ ഇനവിൽ നിന്നുണ്ടായ മുന്തിരിക ചാറിന് ലഹരി പിടിപ്പിക്കുമ്പോൾ അതിന് ഖംറിന് പേര് വെക്കാൻ പറ്റി. വജിദാലിക്കൽ വസ്ഫു, എന്നാൽ ഈ മുസ്ലിം എന്ന് പറയുന്ന ഈ വസ്തുവിനെ എത്തിക്കപ്പെടുന്നുണ്ടല്ലോ. നമ്മുടെ ഖംറി ഇസ്മാണ്, ആ ഇസ്മിന്റെ അർത്ഥം മറ്റൊരു വസ്തുവിൽ എത്തിക്കപ്പെടുന്നുണ്ട്. ഈ ഇസ്മിന് വരാൻ കാരണം അതിനോട് യോജിക്കുന്ന ഒരു വസ്തുണ്ടായതുകൊണ്ട് അതേ ഒരു വസ്തുവിന്റെ അർത്ഥം, ഈ പറഞ്ഞ ഇസ്മിന്റെ അർത്ഥം മറ്റൊരു വസ്തുവിൽ എത്തിക്കപ്പെടുകയാണ്. അപ്പൊ മറ്റൊരു വസ്തുവിനെ എത്തിക്കപ്പെടുന്നു. ഫീമാൻ ആഖറ, മറ്റൊന്നിന്റെ അർത്ഥത്തിൽ. ഏതൊക്കെ? നബീദി, നബീദ് പോലെ. നബീദ് എന്ന് പറഞ്ഞാൽ അയൽ മുസ്കിരി മിൻ ഗൈരി മാഇൽ ഇനബി, മുന്തിരിങ്ങ ചാറ് അല്ലാത്ത മറ്റു പല വസ്തുക്കളിൽ നിന്ന് ലഹരി പഠിപ്പിക്കുന്ന വസ്തുക്കൾ പറയുന്നത് നബീദ്. ആ നബീദില് എന്തുണ്ട് പേര്? അർത്ഥം ഖംറില് പേര് വെക്കാൻ പറ്റുന്ന വസ്തു എന്തായിരുന്നു? മുസ്കിറല്ലേ? അതേ മുസ്കിർ നബീദി എന്ന് പറഞ്ഞതിലുമുണ്ട്. അപ്പൊ ആ ഇസ്മിന്റെ അർത്ഥത്തിന് യോജിച്ചു വന്ന അതേ ഒരു വസ്തുവിനോട് യോജിക്കാൻ പറ്റുന്ന അർത്ഥം, അതേ വസ്തുവിന്റെ അർത്ഥം മറ്റൊന്നിലായ നബീദിലെത്തിച്ചു. ഇങ്ങനെ വരാം. അപ്പൊ സബത്തലൂബിൽ ഖിയാസി, ഖംർ എന്നതിനോട് ഖിയാസാക്കിയിട്ട് നബീദ് എന്നൊരു ഭാഷ കൊണ്ടുവന്നില്ലേ? അപ്പൊ അതിന് നബീദ് സ്ഥിരപ്പെട്ട് കിട്ടിയത് ഖിയാസ് കൊണ്ടല്ലേ? അപ്പൊ സബത്തലൂബിൽ ഖിയാസി,
ഇവിടെ ഇനവും അല്ലാത്തതിലുള്ള മുസ്കിറിന് എന്ത് പേര് കിട്ടി? നബീദ് കിട്ടിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഖിയാസ് കൊണ്ടാണ്. ദാലിക്കൽ ഇസ്മു, നബീദ് എന്ന് പറയുന്ന പേര് ഇവിടെ ലുഗത്തൻ നിലക്ക് അതൊരു ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. അങ്ങനെ ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടപ്പോൾ യുസമ്മൻ നബീദു, അങ്ങനെ നബീദിന് എന്ത് പേര് വെക്കാം? ഖംറൻ, ഖംർ എന്ന് പറഞ്ഞൂടെ? പറയാം. അപ്പൊ ഖംർ എന്ന് വെക്കാൻ പറ്റുന്ന എന്തൊരു വസ്തുവാണോ അതേ വസ്തു നബീദിലുണ്ടായി. അങ്ങനെ വരുമ്പോ ഖംറിന്റെ അതേ അർത്ഥം എന്താക്കി? നബീദിലുണ്ടായപ്പോ നബീദിന് എന്ത് പേര് വെക്കാം? ഖംർ എന്ന് വെക്കാം. അത് ഖിയാസ് കൊണ്ട് കിട്ടിയ ലുഗത്തല്ലേ? അപ്പൊ ലുഗത്ത് ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടല്ലോ. പിന്നെ യജ്ബിനാബുഹു, ഈ നബീദിനെയും ഖംറിനെയൊക്കെ ദൂരീകരിക്കണം. നബീദിനെ ദൂരീകരിക്കണം. ഖംർ എന്താണ് ദൂരീകരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ നബീദിനെ ദൂരീകരിക്കണം എന്നുള്ള നിർബന്ധമായതും ഈ ആയത്തിന് ആയത്ത് കൊണ്ടാണ്. ഇന്നമൽ ഖംറു വൽ മൈസ്റു എന്നതുകൊണ്ടാണ്. ലാബിൽ ഖിയാസ് അൽ ഖംരി, ഇവിടെ നബീദിനെ ഉപേക്ഷിക്കേണ്ടി വന്നത് ഖംറിന്റെ മേൽ ഖിയാസ് ആക്കിയിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ഖംറിനുള്ള ആയത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് ഒഴിവാക്കണമെന്ന്. ആ നിലക്കാ നബീദും ഒഴിവാക്കിയത് ആയത്ത് കൊണ്ടാണ്. വസവാഉം ബിസ്സുബൂത്തി അൽ ഹഖീഖത്തു വൽ മജാസു, ഖിയാസിയ നിലക്ക് ലുഗത്ത് സ്ഥിരപ്പെടുക എന്ന വിഷയത്തിൽ ഹഖീഖിയ ഖിയാസായാലും വേണ്ടില്ല, മജാസിയ ഖിയാസായാലും രണ്ടായാലും കണക്ക് തന്നെയാണ്. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് തസ്ബുത്തുൽ ഹഖീഖത്തുൽ മജാസു, ഖിയാസ് കൊണ്ട് ലുഗത്ത് സ്ഥിരപ്പെടുകയാണെങ്കിൽ ഹഖീഖിയ ലുഗത്തെ സ്ഥിരപ്പെടൂ, മജാസല്ല. എന്തുകൊണ്ട്? മജാസ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അത് ഹഖീഖിയ ലുഗത്തിനേക്കാൾ താഴ്ന്ന പടിയിലാണ്, മുന്തി നിൽക്കുന്ന ഹഖീഖത്തല്ലേ. അതുകൊണ്ട് ഇനി വലഫ്ദുൽ ഖിയാസി, ഖിയാസ് എന്നിവിടെ പറഞ്ഞല്ലോ. ഫീമാ ദുക്കിറ, പറയപ്പെട്ടതിൽ ഖിയാസ് എന്ന് പറയുന്ന പദം യുഗ്നി, അത് ആവശ്യം തീർക്കുന്നതിനാണ്. അൻ ഖൗലിക, നിന്റെ വാക്കിനെ തൊട്ട്. നിന്റെ വാക്ക് എവിടുന്ന് കിട്ടി? അഖദം ഇബ്നുൽ ഹാജിബി, ഇബ്നു ഹാജിബിൽ നിന്ന് പിടിച്ചെടുത്തതിന് വേണ്ടിയിട്ടാണ് നീ പറയുന്നത്. എന്താ നിന്റെ വാക്ക്? മഹല്ലുൽ ഖിലാഫി, ഖിലാഫ് തർക്കത്തിന്റെ മഹല്ല് മാ ഒന്നാണ്. എങ്ങനത്തൊന്നുമില്ല. ആ ഒന്ന് എല്ലാ മാനെയും ഉൾപ്പെടുത്തുക എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഉൾപ്പെടുത്തുക എല്ലാ മാനെയും എന്ന് സ്ഥിരപ്പെടാത്ത ഒന്നുകൊണ്ടാണ് ഖിലാഫിന്റെ മഹല്ല് ഇവിടെ ഉണ്ടായത്. ആ ഉൾപ്പെടുത്തിയൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അതിൽ എന്തുകൊണ്ടാണ്? മിസ്തിഖറായി പരിശോധിച്ചത് കൊണ്ട് എന്ന് നീ പറയുന്ന വാക്കുണ്ടല്ലോ, ആ വാക്കിനെ തൊട്ടിവിടെ ഖിയാസ് നില പറഞ്ഞതിന്റെ മതി, ഇതിനെ കൊണ്ടുവരേണ്ടതില്ല. കാരണം പരിശോധിച്ചത് കൊണ്ട് എല്ലാമാരെയും ഉൾപ്പെടുത്തുന്നതായ സ്ഥിരപ്പെട്ട് വന്ന ഒന്ന് മിനൽ ലുഗത്തി, അത് ലുഗത്തിൽപ്പെട്ടതല്ലേ. പിന്നെന്തിനാണ് ഇവിടെ ഇത്ര ഇത് കൊണ്ടുവരേണ്ട ആവശ്യം? അത് ഖിയാസ് കൊണ്ട് തന്നെ കിട്ടുമല്ലോ. ഏതുപോലെയൊക്കെ റഫ്ഇൽ ഫായിലി വറഫ്ഇൽ മഫ്ഊലി, മഫ്ഊലായി വരുന്ന ഒരു കുല്ലിയായ ഒരു കാര്യമാണ് മഫ്ഊലാണോ നസ്ബിയാണോ എന്നുള്ളത്. ഫായിലാണോ അതൊരു കുല്ലിയായ കാര്യമാണ്, ഫായിലാകുമ്പോൾ റഫാണത്. അപ്പൊ അതിന്റെ ജുസീനൊക്കെ ഇറാബ് റഫ് കൊടുക്കണം എന്നാ. മഫ്ഊലി എന്നതിന്റെ ജുസീൽ വരുന്നത് ഏതൊക്കെയുണ്ടോ അത് നസ്ബ് ചെയ്യണമെന്ന്. അപ്പൊ ഇവിടെ എന്തായി? ഇത് എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്ന ഒന്നല്ലേ റഫ്ഉൽ ഫായിൽ നസ്ബുൽ മഫ്ഊൽ. അപ്പൊ പിന്നെ അത് ഇസ്തിഖ്റാ കൊണ്ട് തിരിഞ്ഞതല്ലേ, അതൊരു ഭാഷയല്ലേ. ലാഹാജത്ത, അങ്ങനെ വരുമ്പോ ആ സ്ഥിരപ്പെട്ട് വന്നത് ആവശ്യമാകുന്നതല്ലല്ലോ. ഈ സുബൂത്തി മാ, ഒന്നിനെ സ്ഥിരപ്പെടുത്തലിലേക്ക്. എങ്ങനത്തെ ഒന്ന്? ലയ്യുസ് മാൾ, അതിനെ കേൾക്കപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ കേൾക്കപ്പെടാത്തതായിരിക്കുന്ന ഒന്ന് മിൻഹു, ആ ഒന്നിൽ നിന്നതായ നിലയിൽ തന്നെ ആ ഒന്നിനെ കേൾക്കപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ കേൾക്കാത്ത ഒന്നിനെ സ്ഥിരപ്പെടുത്തുക എന്നതിൽ ആവശ്യമില്ലല്ലോ. ഇല ഖിയാസി, ഖിയാസിലേക്ക് ആവശ്യമായി വരില്ലല്ലോ. അപ്പൊ പിന്നെ ഈ ഖിലാ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ വാക്കുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത്തായൂത്തിഹി, അങ്ങനെ അത്ത ഒന്ന് സ്ഥിരപ്പെടുക എന്ന് വിഷയത്തിൽ ഖിലാഫ് വരാൻ, അങ്ങനെ ഖിലാഫ് വരണമെങ്കിൽ ആ ഖിലാഫ് വരേണ്ട ആവശ്യത്തിന് ഖിയാസ് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇവിടെ മഹല്ലുൽ ഖിലാഫി എന്ന് പറഞ്ഞ വാക്കൂടെ വേണ്ട. അതിനെ തൊട്ടെന്നെ ലഫ്ദുൽ ഖിയാസ് ആവശ്യം തീർത്തു കഴിഞ്ഞു. വഅശാറ, മുസന്നിഫ് ചൂണ്ടി. കമാ ഖാല ബിദിക്രി ഖായിലിൽ ഖൗലൈനി, ഇവിടെ രണ്ട് കൗല് പറഞ്ഞല്ലോ. ഈ രണ്ട് കൗല് പറഞ്ഞ ഖായിലികളെ പറഞ്ഞു ചെയ്തു. ആ പറഞ്ഞത് കൊണ്ട് ഇലൈത്തിദാലിഹിമ, ഈ രണ്ടാൾക്കാരുടെയും കൗല്, രണ്ട് വിഭാഗത്തിന്റെയും കൗല് എന്താണ്? ചൊവ്വാണ്, സമമാക്കുക എന്നതിലേക്കാണ് മുസന്നിഫ് ചൂണ്ടി പറഞ്ഞത്. ആ ചൂണ്ടൽ തന്നെ ഖിലാഫ ഖൗലി ബഅദിഹിം, അവരിന്ന് ചില ആളുകളുടെ വാക്കിനെതിരാട്ട. ചില ആൾ ഇമാം റാസിയാണ്. എന്താ ചില ആൾക്കാര് പറഞ്ഞത്? ഇന്നൽ അക്സറ അലൻ നഫിയെ
ലുഗത്ത് ഖിയാസോട് സ്ഥിരപ്പെടൂല എന്ന് പറഞ്ഞ് നഫിന്റെ മേലാണ് അധിക പേരും ഉള്ളത്. അതിനെതിരായിക്കൊണ്ടാണ് ഈ സമപ്പെടുത്തൽ വന്നിട്ടുള്ളത്. വബിദിക്രിൽ ഖാലി, പിന്നെ ഖാലിയാര് പറഞ്ഞു എന്ന് പറഞ്ഞാണ് കാറൽ ഖാലിന്ന മുസനി പറഞ്ഞത്. ആ ഖാലിയെ പറഞ്ഞത് കൊണ്ട് ആറ് കൂട്ടത്തിലായ നിലയിൽ നാഫീന സുബൂത്താകൂല എന്ന് നഫി ചെയ്തല്ലോ, നഫി ചെയ്തതായ കൂട്ടത്തിലായ നിലയിൽ ഖാലിയാര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുസന്നിഫ് ചൂണ്ടിയത് ഇലാ അന്ന മൻദു മുസന്നിഫ് ഖാലിയാര് കൂടെ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയുണ്ട് അവരിലേക്ക് ചൂണ്ടി. അത് തന്നെ മിനൽ മുസ്ബിത്തീന അവരൊക്കെ എന്താണ് സ്ഥിരപ്പെടുത്തുന്ന കൂട്ടത്തിൽപ്പെട്ട നിലയിൽ തന്നെ അവരിലേക്ക് ചൂണ്ടി. അങ്ങനെ ചൂണ്ടി പറഞ്ഞത് ആരാണ്? ആരെപ്പോലെ ചോദിച്ചാൽക്കല്ല ആമുദി ഇമാം ഖാലിയോട് കൂടെ പറഞ്ഞ ഇമാമിൽപ്പെട്ടൊരു ഇമാമാണ് ആമുദി ഇമാം. അങ്ങനെ പറഞ്ഞതിലേക്കാണ് ഖാലിയാരെ പറഞ്ഞുകൊണ്ട് മുസന്നിഫ് ചൂണ്ടിയിട്ടുള്ളത്. എങ്കിൽ അങ്ങനെ ചൂണ്ടിയെങ്കിലും ലൈ യുഹാമിൽ നഖ്ല അൻഹു എങ്കിൽ ഖാലിയാരെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഖാലൽ ഖാലി എന്ന് പറഞ്ഞ് ഈ വാക്കുണ്ടല്ലോ, ആ ഖാലിയാരെ തൊട്ടുള്ള ഉദ്ധരണിയെ വേണ്ടതുപോലെ നഖ്ല് ചെയ്തപ്പോൾ മുസന്നിഫ് അവർ തഹ്രീർ ചെയ്തിട്ടില്ല. തഹ്രീർ ചെയ്യാതെയാണ് പറഞ്ഞത്. കാരണം തഖ്രീബ് ഖാലിയാരുടെ തഖ്രീബ് എന്ന് പറയുന്ന കിതാബിൽ ഖാലിയാർ ഈ വിഷയത്തെ നഫി ചെയ്തുകൊണ്ട് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമാക്കി പറഞ്ഞ കാരണം കൊണ്ട് തന്നെ ഈ നഖ്ല് ചെയ്തപ്പോൾ വേണ്ടത്ര തഹ്രീർ ചെയ്യാതെയാണ് പറഞ്ഞതിനുള്ളതെന്നും ഒരു ചൊട്ട് കൊടുത്തുകൊണ്ടാണ് ഷാരി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വിഷയം ഇവിടെ കഴിഞ്ഞു. അപ്പൊ ലുഗവിയ വിഷയം കഴിഞ്ഞില്ല. പുങ്ങും തമ്മിൽ യോജിച്ചു വന്നാൽ എങ്ങനെയൊക്കെയാവും? പല അർത്ഥത്തിലും വരാറുണ്ട്, അർത്ഥവും മാരി യോജിച്ച് വരാറുണ്ട്, എതിരായി വരാറുമുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ച ഇൻഷാ അല്ലാഹ് പിന്നെ കേൾക്കാം.